നമ്മുടെ വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക്, അതായത് കൂടുതലും ഈ ദഹനത്തിൻ്റെ പ്രശ്നമുള്ളവർക്ക്, മലബന്ധത്തിൻ്റെ കോൺസ്റ്റിപ്പേഷൻ്റെ ഇഷ്യൂസ് ഉള്ളവർക്ക്, പൈൽസ് പോലുള്ള അസുഖങ്ങളുള്ളവർക്ക്, ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നല്ല രീതിയിൽ അവർ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണമെന്ന് എല്ലാവരും പറയാറുണ്ട്. എങ്കിൽ ഈ ഫൈബർ അടങ്ങിയ ഭക്ഷണത്തിനോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് ഗുഡ് ഫാറ്റ് കൂടെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണമെന്നുള്ളത്. നമ്മൾ കഴിച്ച ആഹാരം ശരിയായ രീതിയിൽ ഡൈജസ്റ്റ് ചെയ്ത് നമ്മുടെ കുടലിലൂടെയൊക്കെ നല്ല സ്മൂത്തായി കടന്നു പോകാൻ ഫാറ്റ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ കഴിച്ച ആഹാരം ശരിയായ രീതിയിൽ ഡൈജസ്റ്റ് ചെയ്ത് അതിലുള്ള നല്ല ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യാനും വേണ്ടാത്തത് പുറന്തള്ളുവാനും ഈ ബൈൽ എന്ന് പറയുന്നൊരു സെക്രീഷൻ വളരെയധികം പങ്കാണ് വഹിക്കുന്നത്. ബൈൽ എന്ന് പറയുന്നത് നമ്മുടെ ലിവറിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു തരം എൻസൈമാണ്. ഈ എൻസൈംസിൻ്റെ പ്രൊഡക്ഷനും ശരിയായ രീതിയിൽ ഉണ്ടാകാൻ വേണ്ടി ഈ നല്ല ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വൈറ്റമിൻ എ, ഡി, ഇ, കെ ഈ വൈറ്റമിൻസ് ഒക്കെ ഫാറ്റ് സോലുബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് ആണ്. സോ ഇത്തരത്തിലുള്ള വൈറ്റമിൻസ് നമ്മുടെ ശരീരത്തിൽ ശരിയായി അബ്സോർബ് ചെയ്യണമെങ്കിൽ നമ്മൾ നല്ല കൊഴുപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ഡയറ്റിലൊക്കെ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ഈ വൈറ്റമിൻസ് ആണ് നമ്മുടെ ഗട്ട് ഹെൽത്തിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ ചെറുകുടലിൻ്റെയും വൻകുടലിൻ്റെയും ഒക്കെ ലൈനിങ്ങിലുള്ള അവിടെയുള്ള കോശങ്ങളെയൊക്കെ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് വെക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻസ് ആണ് ഇവയൊക്കെ. ഇനി ഏതൊക്കെയാണ് നല്ല കൊഴുപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളെന്ന് നോക്കാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഒലിവ് ഓയിലാണ്. നമ്മൾ കഴിക്കുന്ന സാലഡ്സിലൊക്കെ ആയിട്ട് ഈ ഒലിവ് ഓയിൽ ചേർത്ത് കഴിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. പിന്നീട് വരുന്നതാണ് അവക്കാഡോ. ഇന്നത് കേരളത്തിൽ നമുക്ക് സമൃദ്ധമായിട്ട് കിട്ടുന്ന ഒരു ഫ്രൂട്ട് തന്നെയാണ് അവക്കാഡോ. ഇതിൽ ഏറ്റവും നല്ല എമൗണ്ടിലുള്ള ഒരു ഗുഡ് ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഇത്. നട്ട്സ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൽമണ്ട്സ് ആണ്, അതായത് ബദാമാണ് ഏറ്റവും നല്ലത്. നമ്മൾ കുക്കിങ്ങിനൊക്കെ ആയിട്ട് കൂടുതൽ യൂസ് ചെയ്യുന്നത് കോക്കനട്ട് ഓയിലാണ്, അതായത് വെളിച്ചെണ്ണ. ഇത് ഒരു മോഡറേറ്റ് അളവിലാണ് ശരീരത്തിൽ ചെല്ലുന്നതെങ്കിൽ ഇതൊരു ഗുഡ് ഫാറ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഒരിക്കലും അമിതമായിട്ട് യൂസ് ചെയ്യാതിരിക്കുക. അതേപോലെ ഹോം മെയ്ഡ് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കുന്ന ഗീ ഒക്കെ വളരെ നല്ല കൊഴുപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ്.